പിണറായിയുടെ ഓഫീസിൽ നിന്നുള്ള ഡാറ്റ ചോർച്ചയിൽ കൃത്യമായ വിശദീകരണം അല്ലെങ്കിൽ അതിന് കൃത്യമായ തെളിവുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, CPM-ന് എവിടെയൊക്കെ കൊട്ടുകൊടുക്കാൻ സാധിക്കുമോ അവിടെ തെളിവ് സഹിതം കൊണ്ടുവന്ന് ജനങ്ങൾക്ക് മുൻപിൽ, മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഡി മണി എന്നുള്ള ഒരു പേര് ആദ്യം പുറത്തു വരാൻ കാരണം രമേശ് ചെന്നിത്തലയാണ്. അതുപോലെ പത്മകുമാറിനെതിരെയുള്ള പണപ്പിരിവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് രമേശ് ചെന്നിത്തലയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയിരുന്ന സമയത്തും ഇപ്പോഴും അദ്ദേഹം കൃത്യമായി ഭരണപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതല്ല, നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇദ്ദേഹം കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും ഇത്തരത്തിലെ ആരോപണങ്ങളും കൃത്യമായ വിമർശനങ്ങളും ഉന്നയിച്ചെങ്കിലും അത് ഫലവത്താക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കാരണം അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ ഇദ്ദേഹത്തിനെതിരെ കുത്തലുണ്ടായിരുന്നു. പിന്നിൽ നിന്ന് കുത്തുകയും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതാവിരുദ്ധമാണ് എന്ന് അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഒരു നേതൃത്വത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കണം കൃത്യമായി ഭരണപക്ഷത്തിനെതിരെ സംസാരിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കത്ത് വിവാദം അല്ലെങ്കിൽ ഈ പറയുന്ന ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ചേട്ടൻ എന്താണ് തോന്നുന്നത്? പക്ഷെ അപ്പോൾ നയന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്ത് മുതൽ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞതാണ്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ പിന്നെ ഈ പറയുന്ന കരിമണൽ കടത്തയിൽ നിന്ന് കാശ് വാങ്ങിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നതെല്ലാം തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രമേശ് ചെന്നിത്തല വ്യക്തമായ എവിഡൻസ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇതിൽ തന്നെ ഡേറ്റ ഈ സ്പാർക്കിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ച കത്തിന്റെ കോപ്പിയും കൊണ്ടാണ്. അപ്പോൾ ഒരു പത്രസമ്മേളനത്തിന് അതായത് ഈ തെളിവ് എവിടെ നിന്ന് ലഭിക്കുന്നു? രമേശ് ചെന്നിത്തലയ്ക്ക്, അതെ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പറയുന്ന വിവരങ്ങൾ CPM-ന്റെ ഓഫീസിനകത്ത് നിന്ന് അല്ലെങ്കിൽ KG സെന്ററിൽ നിന്ന് തന്നെ ചോർത്തി കൊടുക്കാൻ സാധിക്കുന്ന കൃത്യമായ ആളുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ പിടിപാടുണ്ട്. അല്ല, പിടിപാട് അങ്ങനെ പറയാം നമുക്ക്. പക്ഷെ അതിനകത്തെ ഇവർക്കൊരു അഹങ്കാരമുണ്ട്. ഇവരുടെ പാർട്ടിക്കകത്ത് ഇവരുടെ ഓഫീസിൽ നിന്ന് ഡേറ്റ ഒന്നും ചോരില്ല എന്നൊക്കെ ഒരു അഹങ്കാരമുണ്ട്. ആ സംഭവങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഡേറ്റ ചോർന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അവരുടെ അഹങ്കാരത്തിന് കിട്ടുന്ന ഒരു പണിയും കൂടെയാണ്. കാര്യം അവരുടെ ഒപ്പം നിന്നുള്ളവർ തന്നെയാണ് ഇത് ചോർത്തി കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം നമുക്കിതിൽ പറയാം, ഇത്തരത്തിലുള്ള ഇത്രയും കോടതി തന്നെ പരാമർശിച്ച് സർക്കാരിനെ തൂക്കി തറയടിച്ചൊരു സംഭവം, തലക്കിട്ട് കൊടുത്തൊരു അടിയാണ്. ഈ അടി ഉണ്ടായ സംഭവത്തിന്റെ കോപ്പി, അത്തരത്തിലുള്ള കത്തയച്ചു എന്ന് പറയുന്ന ആ കോപ്പി തന്നെ ഉയർത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ഉയർത്തി കൊടുത്തത് എന്തായാലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ തന്നെയായിരിക്കും. അപ്പൊ അവർക്ക് വരെ മടുത്തിരിക്കുവാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം, അല്ലേ? അല്ല, ഇദ്ദേഹത്തെ സംബന്ധിച്ച്, പ്രതിപക്ഷ നേതാവ് രമേശിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എത്രത്തോളം മാധ്യമപ്രവർത്തകരുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഴയ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ തന്നെ കുത്തിപ്പൊക്കിയ പല കേസുകളും ഇപ്പോഴൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് രാജീവൊക്കെ വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. ഏത് സ്വർണ്ണപ്പാളി എവിടെ പോയി, ആ സംഗതി, സ്വർണ്ണപ്പാളിയല്ല, നയന്ത്ര ബാഗേജിലെ മറ്റേ സ്വർണ്ണക്കടത്ത് എവിടെ പോയി, ആ വിഷയം എവിടെ പോയി, ഈ വിഷയം എവിടെ പോയി, മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ നിങ്ങൾ പറഞ്ഞത് എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ വ്യക്തമായ എവിഡൻസോടെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത്. പിന്നെ ഹർഷ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു പഴയ ആഭ്യന്തരമന്ത്രി കൂടെയാണ്, അത് നമ്മൾ ഓർക്കണം. അതെ, അതുകൊണ്ട് തന്നെ കൃത്യമായി അദ്ദേഹത്തിന് പോലീസിനകത്താണെങ്കിലും ഡിപ്പാർട്ട്മെന്റിനകത്താണെങ്കിലും കൃത്യമായ പിടിപാട് അദ്ദേഹത്തിനുണ്ടെന്ന് നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അല്ല, അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. ഇപ്പോൾ SIT അന്വേഷണ സംഘത്തിന് മുന്നിൽ അദ്ദേഹം മുന്നോട്ട് പറയുകയായിരുന്നു, എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് വേറൊരു വ്യാഖ്യാനത്തോടെ പറഞ്ഞു, ഇത് SIT അന്വേഷണ സംഘത്തിനെ വഴിതിരിച്ച് വിടാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഡി മണിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അത് അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. ഏതായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ഇവരുടെ കൂടെയുള്ള കാര്യങ്ങളൊന്നും ചോരില്ല, ഇവരെല്ലാം മിടുക്കന്മാരാണ് എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ മിടുക്ക് കൂടി ഏത് രീതിയിൽ ഇനി അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുപോകാമെന്ന് ചിന്തിച്ച് മിടുക്ക് കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആ മിടുക്കിന് കിട്ടിയിരിക്കുന്ന നല്ല ഏറ്റ അടിയാണ് ഈ ഡേറ്റ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരാമർശം. പിന്നെ ഇത് വ്യക്തമായ തെളിവുകളുമായിട്ടാണ് വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കുന്നത്, അല്ലെ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏത് ഉദ്യോഗസ്ഥനാണ് ഇത് കത്ത് അവർക്ക് അയച്ചത് എന്ന് വരെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ തേടി സ്പാർക്കിന് കത്തയച്ചു എന്ന് പറയുന്ന കത്ത്, അത് ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം തേടി എന്നുള്ളത് വരെ ഇതിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തുവിട്ടിരിക്കുന്നത്. എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടീസ് നിയോഗിക്കപ്പെട്ട സാംബശിവ റാവു ആണ് ഡേറ്റ എടുക്കാൻ സ്പാർക്കിന് കത്തയച്ചിരിക്കുന്നത്. ആ കത്തിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട് ഹർഷ.
അതും വാർത്തയിൽ വന്നിട്ടുണ്ട്. സംഭവം അദ്ദേഹം ഇപ്പോൾ ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനും അവിടെ അദ്ദേഹം ലൂപ്പ് ഹോൾ വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇങ്ങനെ ഒരു കത്ത് പുറത്തു പോകില്ല എന്ന് അദ്ദേഹം കൃത്യമായി, തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ഇത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ എന്തായാലും സാധിക്കില്ല. തീർച്ചയായിട്ടും എല്ലാ ലൂപ്പ് ഹോളുകളും അടച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഈ ഒരു തെളിവുമായി പുറത്തു വന്നിട്ടുള്ളത്. ഗുരുതരമായ ആരോപണം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഒരു ഡാറ്റ ശേഖരണവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വിധി പുറത്ത്, ഈ പറയുന്ന ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള കൃത്യമായ നീക്കം CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള സമയത്ത് തന്നെയാണ് ഇത്രയും വലിയൊരു തെളിവുമായി ഇദ്ദേഹം. അത് പറയേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ്. കാര്യം ഈ പറയുന്ന നവകേരള എങ്ങനെ പുതിയൊരു സർവേ, പുതിയൊരു കേരളം എങ്ങനെ ബിൽഡപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ച നാടകം, അവിടേക്ക് പോയിട്ട് കപിൽ സിബലിനെ വെച്ചിട്ട് അത് നമ്മുടെ കാശാണ് ഈ ചോദിക്കുന്ന പോലെ. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും നമ്മൾ അവരുടെ സഖാക്കള് കോൺഗ്രസിന്റെ നിരപരാധികളായ എത്രയോ കുട്ടികളെ നിഷ്കരണം കൊല ചെയ്തതിന് അവരെ ഗുണ്ടകളെ രക്ഷിക്കാനായിട്ട് സർക്കാരിന്റെ കാശെടുത്ത് സുപ്രീം കോടതിയിൽ കേസ് വായിച്ച സംഭവം നമുക്കറിയാം. അപ്പൊ ഏതായാലും ഇത്തരത്തിൽ തെളിവ് സഹിതം അദ്ദേഹം പത്രസമ്മേളനം നടന്നപ്പോൾ എല്ലാ വകുപ്പുകളിൽ നിന്നും ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചു, സ്മാർട്ട് വഴി എക്സൽ ഷീറ്റുകളാക്കി നൽകാൻ ആവശ്യപ്പെട്ടു. PRD സ്പെഷ്യൽ സെക്രട്ടറിക്ക് വിവരങ്ങൾ കൈമാറാനായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത്. മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വ്യക്തിവിവരങ്ങൾ ശേഖരിച്ചും കഴിഞ്ഞു. തുടർന്ന് ഏറ്റവും വലിയ ഡേറ്റ ചോർത്തലാണ് നടന്നതെന്നും മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശിച്ച പ്രകാരമാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത് എന്നുമാണ് അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് കൈകഴുകി രക്ഷപ്പെടാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിനും കഴിയില്ല. അപ്പോൾ ബി അലർട്ട് എന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു സൂചനയാണ് നൽകുന്നത്. ഇനി വരുന്ന ഒരു മാസത്തിനകം എന്തെല്ലാം തട്ടിപ്പുകൾ താങ്കളുടെ ഓഫീസിൽ നിന്ന് നടന്നാലും അതെല്ലാം തന്നെ പൊതുജന മധ്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന ഒരു അലർട്ട്, ഒരു മെസ്സേജാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. സൂക്ഷിച്ച് ഓരോന്നും നീക്കുക, എല്ലാം വെളിയിലായി കഴിഞ്ഞാൽ ഉത്തരം മുട്ടും. കാര്യം ഉത്തരം പറയാൻ ഇനി ഇവരെ പോലെ വേറെ ആരും, പഠിച്ച് കള്ളത്തരം പറയാൻ ഇനി ഇവരെ പോലെ വേറെ ആരുമില്ല. നിന്നിടത്ത് നിന്ന് എന്ത് അടവ് വേണോ പറയും, ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയും. ഏതായാലും നമുക്ക് നോക്കാം ഈ ഒരു പത്രസമ്മേളനത്തിലൂടെ രമേശ് ചെന്നിത്തല എന്ന എന്താ പറയുക, ഈ വിവരങ്ങൾ തേടിപ്പോകുന്ന ഒരു പഴയ പ്രതിപക്ഷ നേതാവിനെ വീണ്ടും, അത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നിരവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതാ ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. രമേശ് എന്താ പറയുക, വീണ്ടും ഫോമിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രമേശ് ചെന്നിത്തല വീണ്ടും ഫോമിലേക്ക്, അദ്ദേഹം ആ പഴയ അദ്ദേഹത്തിൻ്റെ മുഖം വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരുന്നു. CPM-കാർ അല്ലെങ്കിൽ ഇനി എല്ലാ മന്ത്രിമാരുടെ ഓഫീസിൽ എന്തൊക്കെ ഉടായ്പകൾ നടക്കാൻ പോകണമെന്നുള്ള ഇനി കണ്ടറിയാം. ഇനി ഒരു മാസം കൂടെ കൃത്യമുള്ളൂ. നമുക്ക് നോക്കാം, കാത്തിരിക്കാം.